പ്രിയപ്പെട്ട ദൈവമക്കൾ, ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ചില ആളുകൾ ധ്യാനം കൂടി, ദൈവത്തിൻ്റെ വചനം കേട്ടു, വലിയ മാനസാന്തരത്തിലേക്ക് വന്നു, മദ്യപാനെല്ലാം ഉപേക്ഷിച്ചു, തിന്മ ഉപേക്ഷിച്ചു. അതിനുശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ആ മനുഷ്യൻ ആ തിന്മയിലേക്ക് വരുന്നു, വീണ്ടും പണ്ടത്തിനേക്കാളും ഭയങ്കരമായ തിന്മയ്ക്ക് അടിമപ്പെട്ടു പോകുന്നു. ചില ആളുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കാണാറുമുണ്ട്. എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നാണ് പഠിക്കാൻ പോവുകയാണ്. ശരിക്കും ദൈവവചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ദൈവവചനം സ്വീകരിച്ച് കഴിയുമ്പോൾ, നല്ലൊരു കുമ്പസാരം നടന്നു കഴിയുമ്പോൾ, നല്ലൊരു വിടുതൽ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ, ജീവിതം സമ്പൂർണ്ണമായിട്ട് കർത്താവിന് കൊടുത്തു കഴിയുമ്പോൾ ഈ തിന്മയുടെ ശക്തി അതെന്തും ആകട്ടെ, ചിലപ്പോൾ ജഡിക പാപങ്ങളാകാം, സ്വയംഭോഗത്തിൻ്റെയും സ്വവർഗരതികളെയും മ്ലേച്ഛതകളുടെ ഒക്കെ പാപങ്ങളാകാം, ചില വെറുപ്പ് വൈരാഗ്യമൊക്കെ ആകാം, ധനമോഹത്തിൻ്റെ പാപങ്ങളാകാം. അങ്ങനെ ആ വ്യക്തിയിൽ ഒരു കാലത്ത് കുടിയിരിക്കുന്ന ചില പാപം, പുകവലിയുടെ പാപബന്ധനമാകാം, മയക്കുമരുന്നിൻ്റെ ആകാം, മദ്യപാനത്തിൻ്റെയൊക്കെ ആകാം. ഒരു കാലം മുഴുവൻ അവനകത്തിരുന്ന് അവനെ നശിപ്പിച്ചുകൊണ്ടിരുന്ന ആ തിന്മയുടെ ശക്തി ഇത്തരം പ്രാർത്ഥനയിലൂടെ ഇറങ്ങിപ്പോകും. അഭിഷേകമുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ സാധനം വിട്ടുപോകും. ഈ സാധനം അവിടെ കയറില്ല. വിശുദ്ധ സ്ഥലത്ത് വരുമ്പോൾ അത് വിട്ടുമാറും. പുറത്തു പോയി കഴിയുമ്പോൾ പിന്നെ അത് വീണ്ടും ഇവിടെ ബൈബിൾ പറയുകയാണ്, തിരുവചനം പറയുകയാണ്, അത് ഒരു ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞാണ്. അത് പലയിടത്തൂടെ ഇത് മറ്റൊരു സ്ഥലം കിട്ടാൻ വേണ്ടി നടക്കുമെന്നവർ വേറെ സ്ഥലം കിട്ടാൻ വേണ്ടി നോക്കും. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും, വേറെ സ്ഥലം കിട്ടാൻ വേണ്ടി നടക്കും. പക്ഷെ അത് പലപ്പോഴും കിട്ടുന്നില്ല. കാരണം എല്ലാത്തും മറ്റുള്ള ഹൃദയങ്ങളിൽ ചിലപ്പോൾ ചില ഹൃദയങ്ങളിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്, അല്ല ചില ഹൃദയങ്ങളിൽ ഇതേ തിന്മയുടെ ശക്തി അവിടെ ഉണ്ട്. അപ്പോൾ അവന് കിട്ടുന്നില്ല. അപ്പോൾ അവൻ്റെ സ്ഥലം ഇതായിരുന്നു. അപ്പോൾ അവൻ വചനം പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോകുന്നു, എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചെല്ലും. ഞാൻ എവിടെ നിന്നാണോ ഇറങ്ങിപ്പോയത് അവിടേക്ക് തന്നെ തിരിച്ചില്ല. ചില ബന്ധങ്ങൾ ഇറങ്ങിപ്പോയതാണ്, അത് തിരിച്ച് വീണ്ടും ആ ബന്ധങ്ങൾ കയറി വരിക. ചില ദുശീലങ്ങൾ തിരിച്ച് കയറി വരാൻ ആഗ്രഹിക്കുക, വീണ്ടും ആ ഭവനത്തിലേക്ക്. കാരണം അവന് ഇഷ്ടപ്പെട്ട ഭവനം അവിടെ തന്നെ അവിടെ കയറി പറ്റാൻ വേണ്ടി നോക്കും, തിരിച്ച് കയറി. അതാണ് ധ്യാനം കഴിയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, പ്രാർത്ഥന, ഉപവാസം, പള്ളിപ്പോണം, കുമ്പസാരിക്കണം, വചനം വായിക്കണം, കുടുംബ ബന്ധങ്ങൾ, സ്നേഹം വേണം ഒക്കെ പറയുന്ന അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നില്ലെങ്കിൽ ഇത് തിരിച്ച് കയറി വരാൻ ഒരു ശ്രമം നടത്തുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. തിരിച്ച് വീണ്ടും അവനെ തന്നെ അത് വേര് പിടിപ്പിക്കാൻ, ആ മണ്ണിൽ തന്നെ അതിന് ജീവിക്കാൻ, നമ്മളൊരാളെ കുടി ഒഴിപ്പിച്ച് കഴിയുമ്പോൾ വീണ്ടും അവിടെ തന്നെ കുടിയിരിക്കാൻ അവൻ കയറി വരുമെന്ന് പറയുകയാണ്. അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടും കാണും. ധ്യാനം കൂടിയിരിക്കുന്ന നല്ല ഹൃദയം, ആളൊഴിഞ്ഞ്, അവിടെ ആരുമില്ല, അതേസമയം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ വളരെ വ്യക്തം ആളൊഴിഞ്ഞ് നിൽക്കുന്നു, അവിടെ ആരും ഇല്ലാത്ത വീട്, പക്ഷെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നു, കയറാൻ പറ്റത്തില്ല. പണ്ടാണ് കുറച്ച് തിന്മ ചീഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഇപ്പോൾ അതൊന്നും ഇല്ല. പക്ഷേ കയറി വരാൻ പറ്റത്തില്ല, അശുദ്ധമായി. അവിടെ ഇപ്പോൾ ശവമുള്ളിടത്താണ് കഴുകന്മാർ വരുന്നത്. അപ്പോൾ പാപമൊന്നുമില്ല, ഇപ്പം നല്ല വൃത്തിയാണ്, നല്ല അന്യമായിട്ട് ഒരു കുഴപ്പം. പക്ഷേ അവിടെ ഒരു ആളൊഴിഞ്ഞ് എന്നൊരു വാക്ക്, ആളൊഴിഞ്ഞ്, ആരുമില്ല, എന്നാൽ ക്ലീനാണ്, ശൂന്യമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് പുറപ്പെട്ട് ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടി, 7 എന്നുള്ള ബൈബിളിൽ പൂർണ്ണതയുടെ അടയാളം, പവർ, ദൈവത്തിൻ്റെ മഹത്വം. 7 കൂദാശകൾ എന്ന് പറയാറുണ്ട്, 7 അടയാളങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഈശോ കുരിശിൽ കിടന്നൊരു 7 വാക്ക്, പൂർണ്ണത, ഈശോ വചനത്തിൻ്റെ പൂർണ്ണത, എല്ലാത്തിൻ്റെയും പൂർണ്ണത ഈശോയിൽ, ഫുൾനെസ് ഓഫ് ഗോഡ്സ് റെവലേഷൻ, ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ പൂർണ്ണത മുഴുവൻ യേശുവിൽ നിലനിൽക്കുന്നു. ഇവിടെ കാണുന്ന ദുഷ്ടാരൂപികൾ 7 എണ്ണത്തിനെ കൊണ്ടുവരുന്നു. എന്ന് വെച്ചാൽ അത് മുഴുവൻ ശക്തികളോടും കൂടി അത് കയറി വരികയാണ്. കയറി വരാൻ പറ്റുന്നതിൻ്റെ കാരണം ഇവിടെ ആളൊഴിഞ്ഞ് അവിടെ ശൂന്യമായിട്ട് കിടക്കുകയാണ്. ധ്യാനം കഴിഞ്ഞു, പ്രാർത്ഥന, ആ ധ്യാനിച്ചുകൊണ്ട് ഭയങ്കര ഉള്ളിൽ പ്രയറുണ്ടായിരുന്നു, വചനവായന ഉണ്ടായിരുന്നു, സ്തുതിപ്പുണ്ടായിരുന്നു, പാട്ടൊക്കെ പാടുമായിരുന്നു, കുർബാന സ്വീകരണം, കുമ്പസാരൊക്കെ, ധ്യാനം, ആ നാളുകളുണ്ട്. ഇതങ്ങ് നിർത്തി, ആളില്ല, പിന്നെ അവിടെ ആരുമില്ല, വെറുതെ കിടക്കുന്ന പള്ളി പോലെ ശൂന്യമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കയറി പറ്റാനുള്ള വഴിയുണ്ട്. അവിടെ ദൈവ സാന്നിധ്യമില്ല, എല്ലാം വിട്ടു. ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ ആരുമില്ല, പക്ഷെ എല്ലാം ക്ലീനൊക്കെ, പാപം ചെയ്തു, പക്ഷേ ഇല്ല. അപ്പോൾ അശുദ്ധരായ ആളുകൾ കൂട്ടിക്കൊണ്ട്, അപ്പോൾ മദ്യപാനത്തിൻ്റെ ഒരു പിശാച് അത് തിരിച്ച് ആ മദ്യപാനെ ആക്കിയപ്പോൾ വീണ്ടും മദ്യം കൊണ്ടുവരാൻ വേണ്ടി 6-7 പേരെയും കൂട്ടിക്കൊണ്ടുവരിക. അതാക്കി ചിലപ്പോൾ ഒരു 6-7 അവൻ്റെ കൂട്ടുകാർ തന്നെ അവനെ നിർബന്ധിക്കുന്നു, ആ കൂട്ടുകാരിലൂടെ തന്നെ ഈ സാധനകത്ത് കയറി വേര് പിടിക്കുന്നത് കാണാൻ പറ്റും.
ചില തെറ്റായ സ്നേഹബന്ധങ്ങൾ, അത് ആ കൊച്ച് അല്ല മോൻ അല്ല മോള്, അവള് തന്നെ അവളുടെ കൂട്ടുകാരൊക്കെ കൂട്ടിക്കൊണ്ട് വന്ന് ഇവനിൽ ഹൃദയത്തിൽ കയറി പറ്റുന്ന കാണാൻ പറ്റും. അത് ചിലപ്പോൾ ഫിലിമുകൾ, അപ്പോൾ അവൻ്റെ കൂട്ടുകാരെ ഒരു 6-7 എണ്ണത്തിനും കൂടി കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവൻ്റെ ഹൃദയം ഇവനെടുത്ത് കളഞ്ഞതാണ്. വീണ്ടും അതിനകത്ത് അവർ കയറി എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായങ്ങൾ പറഞ്ഞ് തെറ്റായ ബോധ്യങ്ങൾ തലയെ കൊടുത്ത് ഇതിനൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞു കൊടുത്ത് അകത്ത് കയറിക്കുക. പുകവലിക്കുന്ന വ്യക്തി വീണ്ടും ആ പഴയ കൂട്ടുകാരോ സാഹചര്യങ്ങൾ കൂടെ കൊണ്ടുവന്ന് അകത്ത് കയറിയിരിക്കുന്നതാണ്. ധനമൊക്കെ കയറി വരുന്നത് കാണാം, വെറുപ്പ് കയറി വരുന്നത്, ധനമായിട്ട് വരുന്നത് കാണാൻ പറ്റും. പല കയറി അത് ഉള്ളിൽ കയറുക, കാരണം ഇതൊരു മണ്ണാണ്. വീണ്ടും അവനെ പഴയ ആ ലെവലിൽ എത്തിക്കുക, പഴയതിനേക്കാളും ക്രൂരതയിലെത്തിക്കുന്ന കാണാൻ പറ്റും, നശിപ്പിച്ച് കളന്ന് കാണാൻ പറ്റും. അങ്ങനെ പല ജീവിതങ്ങളും ചിലപ്പോൾ നമ്മൾ കാണുന്നത് തിന്മ ബഹിഷ്കരിക്കപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കണം, ചില ബന്ധനം അഴിഞ്ഞു പോകുന്നു, സാത്താൻ്റെ ശക്തി വിട്ടുപോകുന്നു. പിന്നെ കുറച്ച് നാൾ വീണ്ടും അത് കാരണം എന്താണ്, ഇവർ ആളൊഴിഞ്ഞ് കിടക്കുന്ന വീടാണ്. പ്രാർത്ഥനയില്ല, വിശ്വാസം, ക്രിസ്തു ബന്ധമില്ല, ദൈവബന്ധമില്ല. ആ ദൈവബന്ധത്തിൽ നിൽക്കുന്നില്ല, സഹോദര സ്നേഹത്തിൽ നിൽക്കുന്നില്ല, എല്ലാവരോട്ട് ഐക്യത്തിലോട്ട് വരുന്നില്ല. ആരുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് നിൽക്കുന്ന സാത്താൻ അടിക്കും, ഉറപ്പായിട്ട് നമ്മളെ തല്ലി താഴെയിടും. അപ്പം ഇവിടെ ഈ ശൂന്യത മാറണം. ഉള്ളിൽ ശൂന്യത ഉണ്ടാകരുത്. അവിടെ പ്രാർത്ഥന. ഇപ്പോൾ ഇത് ഇറങ്ങിപ്പോയതപ്പോഴാണ് പ്രാർത്ഥന, സ്തുതിപ്പും ഹല്ലേലൂയയും, അല്ലെങ്കിൽ ദൈവവചനം കേൾക്കുന്നു, ദൈവവചനം പറയുന്നു, അല്ലെങ്കിൽ അവർ ശുശ്രൂഷ കേൾക്കുന്നു, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു, അങ്ങനെ എപ്പോഴും ആൾത്തിരക്കുള്ള ദൈവത്തിൻ്റെ മക്കൾ, വിശുദ്ധർ നിറഞ്ഞ, മാലാഹമാർ നിറഞ്ഞ, പ്രാർത്ഥന നിറഞ്ഞ, കുടുംബം നിറഞ്ഞ ദൈവം, ആ ഒരു ആളുകളുള്ള ഭവനമാണ്. അതാരും കയറില്ല. ഇന്ന് പല ഹൃദയങ്ങളും ശൂന്യമായി കിടക്കുക. അതാണ് പ്രശ്നം. ഇവ ധ്യാനം കഴിഞ്ഞു, അവൻ ധ്യാനത്തിൻ്റെ പരിഹാര പ്രവൃത്തിയിലോട്ട് പോകുന്നില്ല, പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നില്ല, നന്മ പ്രവർത്തികൾ ചെയ്യണം, സ്നേഹത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യണം, പാവങ്ങളെ സഹായിക്കണം, ദരിദ്രരോട് അനുകമ്പ കാണിക്കണം, പുണ്യങ്ങൾ ചെയ്യണം. അങ്ങനെ കൃപ കൊണ്ട് നിറയ്ക്കണം, പ്രാർത്ഥന കൊണ്ട് നിറയ്ക്കണം. അതിൽ നിലനിൽക്കുമ്പോഴാണ് പോകുന്നു. അപ്പോൾ ഒന്ന് തിരിച്ചു കയറാനുള്ള ശ്രമം നടത്തും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ശക്തമായ പ്രാർത്ഥനയും ശക്തമായ അഭിഷേകം എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇത് പോരത്തില്ല. കുടുംബത്തിൽ ഒരു കൂട്ടായി ഒരുമിച്ച് ധ്യാനം കൂടിയ ശേഷം അവർ ആ പ്രാർത്ഥനയിൽ അവർ മുന്നോട്ട് പോകുക എന്ന് കണ്ടു. കുറേ നാളും തിരിച്ചു കയറാൻ പല വിധത്തിൽ നോക്കും, പല ആളുകളും നോക്കും, കുറേ നാളുകൾ നോക്കിയിട്ടും കയറാൻ പറ്റുന്നില്ല. പിന്നെ അവരങ്ങ് വിട്ടുപോക്കോളും. പിന്നെ ഒരിക്കലും പിന്നെ അത് തിരിച്ചു പോരില്ല, പിന്നെ അത് വരികയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പോൾ ആ പ്രത്യേകിച്ച് പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മൾ ഈ കാര്യമാണ് ഇറക്കി വിടുന്നത്, തിരിച്ചു വരാനുള്ള പ്രവണത ഉണ്ടാകുന്നുണ്ട്. അത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരാതിരിക്കണമെങ്കിൽ ശക്തമായിട്ട് പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിറയണം, ദൈവബന്ധം നിറയണം, സ്നേഹം നിറയണം, ക്ഷമ നിറയണം, ഓരോ പുണ്യപ്രവർത്തികളും ചെയ്യണം, ശ്രദ്ധ വേണം, ജാഗ്രത വേണം. അല്ലെങ്കിൽ ഈ അന്ധകാര ശക്തികൾ നമ്മളെ വേട്ടയാടും എന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക തന്നെ ജീവിതത്തിൽ മാനസാന്തരത്തിനായിട്ട് തയ്യാറാകുക, പൂർണ്ണമായ വിടുതലായിട്ട് പ്രാർത്ഥിക്കുക. ബഹിഷ്കരണ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുമ്പോൾ ആ പ്രാർത്ഥന കിട്ടിക്കുമ്പോൾ നമുക്കൊരു വിടുതൽ കിട്ടുക, ബന്ധനം അഴിഞ്ഞു പോവുക, അവസാനം പോയി, എല്ലാം പോയി. അതിന് വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥന, തിരക്കുള്ളൊരു ഹൃദയം, ജോലിയുള്ള മനസ്സ്, ദൈവിക ജോലി, പുണ്യങ്ങൾ നിറഞ്ഞു, അല്ലാണ്ട് വെറുതെ ഇരിക്കുക, അലസത. ഇവിടെ കാണാം, അലസമായ ഹൃദയം, അലസമായിരിക്കുന്ന വ്യക്തി ടെലിവിഷനൊക്കെ ചുമ്മാ തുറക്കുന്നു, ചുമ്മാ ഇരിക്കും. അവൻ ദൈവരാജ്യത്തിൻ്റെ വേലയിൽ ഏർപ്പെട്ടിരിക്കണം. എപ്പോഴും അവൻ്റെ ഒരു മക്കളെ സ്നേഹിക്കുമ്പോഴും, ജീവിത പങ്കാളിയെ സ്നേഹിക്കുമ്പോഴും, അപ്പനെ അമ്മയെ സ്നേഹിക്കുമ്പോഴും എപ്പോഴും ദൈവരാജ്യത്തിൻ്റെ വേലകൾ ചെയ്തുകൊണ്ട്, ജോലികൾ ചെയ്തുകൊണ്ടിരിക്കണം, സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കണം. ആൾത്തിരക്കുള്ള ഹൃദയത്തിൽ എപ്പോഴും ദൈവസ്നേഹം, നല്ല ബന്ധങ്ങൾ, നല്ല ആളുകളാൽ നിറഞ്ഞ, പുണ്യവാന്മാരും പുണ്യവതികളും നിറഞ്ഞ, വിശുദ്ധർ നിറഞ്ഞ ഹൃദയങ്ങളായിരിക്കണം. എങ്ങനെ തിന്മയുടെ ശക്തി കയറി പോരില്ല. നേരെ മറിച്ച് അതിനകത്ത് ശൂന്യമാക്കി വെറുതെ ആരും വേണ്ട. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് പ്രാർത്ഥനയൊക്കെ നിർത്തി കുറച്ചേയും കാണാം, ഇത് പോയത് മുഴുവൻ ഇരട്ടി പവറോടെ കയറി വന്നിട്ട് അവനെ നശിപ്പിച്ച് കളയുന്ന കാണാൻ പറ്റും. ചില ജീവിതങ്ങൾ അങ്ങനെ തീർന്നു പോകുന്നത് ശരിക്കും എൻ്റെ കണ്ടുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മകൻ എനിക്കറിയാം, ഒരു 10-40-50 ധ്യാനങ്ങൾ കൂടിയ മനുഷ്യന്. അപ്പം ഇന്നവനൊരു ഏകദേശം 40ഓളം വയസ്സ് പ്രായമുള്ളൂ. ഈ 40 വയസ്സ് ഇപ്പോഴും അവൻ ഒരുപാട് തിന്മയ്ക്ക് അടിമയാണ്. ധ്യാനം കൂടും, ഒരു 3 ആഴ്ച 4 ആഴ്ച പിടിച്ചു നിൽക്കും, വീണ്ടും പ്രശ്നം ഇതാണ്. ശ്രദ്ധിച്ചപ്പോൾ ധ്യാനം കഴിഞ്ഞു, അവൻ പോയി, അവൻ പിന്നെ ശ്രദ്ധയില്ല, ഈ ആളൊഴിച്ചിട്ട് വീണ്ടും കയറി തിരുമ്പി പോകുന്നു, തിരിച്ചു വരാനുള്ള ശ്രമം നടത്തും. അതുകൊണ്ട് എപ്പോഴും ദൈവവചനം കേൾക്കുന്ന മക്കൾ ഈ കാര്യം തിരിച്ചറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ ഈ വചനത്തിൻ്റെ പവർ ഭയങ്കര പവറാണ്. നമ്മളിൽ ബന്ധനം അഴിഞ്ഞു പോകുന്നുണ്ട്. അത് പോകുന്നത് ഞാൻ കളഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തന്നെ തീരുമാനത്തോടെ ഒത്തിരി മക്കൾ കാണും. ആ പോയത് ശരിക്കും ഇറങ്ങിപ്പോയതാണ്. ആ പോയത് തിരിച്ചു വരാതിരിക്കാൻ
വചനം കൊണ്ട് നമ്മൾ ഹൃദയം നിറയ്ക്കണം, പ്രാർത്ഥന കൊണ്ട് നിറയ്ക്കണം, പുണ്യങ്ങൾ കൊണ്ട് നിറയ്ക്കണം, സഹോദര സ്നേഹം കൊണ്ട് നിറയ്ക്കണം, വിശുദ്ധരെ കൊണ്ട് നിറയ്ക്കണം, സ്വർഗം കൊണ്ട് നിറയ്ക്കണം, സഭ കൊണ്ട് നിറയ്ക്കണം, പരിശുദ്ധ കുർബാന കൊണ്ട് നിറയ്ക്കണം. അങ്ങനെ കൃപയിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളിൽ യാതൊരു ബന്ധനവും കടന്നു വരികയില്ല, സാത്താൻ്റെ ശക്തി നമ്മെ പീഡിപ്പിക്കുകയില്ല. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ പവർ നമ്മളിലേക്ക് നിറയട്ടെ. അന്ധകാര ശക്തികൾ നമ്മളെ വിട്ടുപോകാൻ വേണ്ടി ശക്തമായ പ്രാർത്ഥനകൾ നമുക്ക് നടത്താനായിട്ട് തയ്യാറാകാം. വീണ്ടും വചനം പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 33 മുതൽ വചനം. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. എന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷങ്ങളെ മനസ്സിലാക്കുന്നത്, വൃക്ഷത്തെ തിരിച്ചറിയാൻ പറ്റുക. അണലി സന്തതികളെ, ദുഷ്ടനായിരിക്കാൻ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ ആദരം സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്നു ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. നിൻ്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിൻ്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് ആദരം സംസാരിക്കുന്നത്. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നേരെ മറിച്ച് പരിശുദ്ധാത്മാവ് നിറയുന്നില്ല, വചനം നിറയുന്നില്ലെങ്കിൽ സാത്താൻ അവിടെ കയറി പിടിച്ചിട്ട് അവൻ്റെ വാക്കുകൾ പുറത്തു വരും, അവൻ്റെ പ്രവൃത്തികൾ പുറത്തോട്ട് വരും, അവൻ വീണ്ടും നശിപ്പിക്കും. അതുകൊണ്ട് ധ്യാനം കൂടേണ്ട കാര്യമില്ല. ധ്യാനം കൂടുന്നതിനേക്കാളും പ്രധാനം ധ്യാനം കഴിഞ്ഞുള്ള സമയമാണ്. വളരെ സൂക്ഷിക്കേണ്ടത് ധ്യാനം. ഇപ്പോൾ ഒരു രോഗി ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല, കാരണം അവന് ചികിത്സിക്കാൻ വേറെ മാർഗങ്ങളെല്ലാം ഉണ്ട്. ഹോസ്പിറ്റലിൽ അവന് റെസ്റ്റ് എടുക്കാൻ പോകുന്ന സമയം വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. കാരണം ആ സമയത്ത് പഴയ രോഗാണുക്കൾ പുറത്ത് നിൽപ്പുണ്ട്, ഹോസ്പിറ്റലിൽ പുറത്ത് ആ രോഗാണുക്കൾ നിൽപ്പുണ്ട്, എല്ലാം നിൽപ്പുണ്ട്. അത് വീണ്ടും കയറി വരാനുള്ള സാധ്യത ഏറെയുണ്ട്, വലിയ സാധ്യതയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ശരിക്കൊരു മാനസാന്തരം ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം. അവിടെ ആ നാളുകൾ റെസ്റ്റ് എടുക്കുന്ന സമയം, ആ സമയത്ത് പ്രയർ ആവശ്യം, ദൈവത്തോട് കൂടുതൽ ബന്ധം, വിശ്വാസ ജീവിതം, വീണ്ടും വചനം ധ്യാനിക്കാൻ, കേട്ട വചനം വീണ്ടും ധ്യാനിക്കണം, അതായിരിക്കണം. അങ്ങനെ സാത്താൻ്റെ ശക്തിയെ ബഹിഷ്കരിക്കണം, അല്ലെങ്കിൽ അത് വീണ്ടും കയറി വേര് പിടിക്കും. ആണ് ചില ആളുകൾ ഭയങ്കര തീരുമാനം എടുക്കും, പുറത്തിറങ്ങും തീരുമാനം മാറും. ആ തീരുമാനം മാറുന്നതല്ല, സാത്താൻ വീണ്ടും കയറി പിടിച്ചു, വീണ്ടും നശിപ്പിക്കുക. അവനെ നശിപ്പിച്ചുകൊണ്ടേ പോകുള്ളൂ എന്ന് സാത്താൻ തീരുമാനം എടുത്തിരിക്കുക. അവൻ്റെ കുടുംബം വെളുപ്പിച്ചുകൊണ്ടേ പോകുന്ന തീരുമാനം എടുത്തിരിക്കുക. അവൻ്റെ ഫാമിലി പോയിരിക്കും, അവൻ്റെ യുവത്വം കളഞ്ഞ് യുവതികൾ കളഞ്ഞിരിക്കും. സാത്താൻ തീരുമാനം എടുത്തിരിക്കുക. ആ തീരുമാനത്തെ അതിജീവിക്കാൻ കഴിവ് കൊണ്ടൊന്നും പറ്റത്തില്ല, ബുദ്ധി കൊണ്ടൊന്നും പറ്റത്തില്ല, ശാരീര ബലം കൊണ്ടൊന്നും പറ്റത്തില്ല, അധികാരം കൊണ്ടൊന്നും പറ്റിയല്ല, പണം കൊണ്ടൊന്നും സാധ്യമല്ല. അവിടെ പ്രാർത്ഥന കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഈശോ പറയുന്നത് പോലെ ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ, ഉപവസിച്ചുള്ള പ്രാർത്ഥന കൂടാതെ ഈ വർഗം പുറത്തു പോകില്ല. അപ്പോൾ തിന്മയുടെ ശക്തി വിട്ടുപോകാൻ നമുക്ക് തീവ്രമായിട്ട് ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. സാത്താൻ്റെ ശക്തിയെ ബഹിഷ്കരിക്കാൻ വേണ്ടി നമ്മുടെ വചനം കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കാനായിട്ടുള്ള വലിയൊരു തീരുമാനം എടുക്കുക. ഈശോ സമരിയാക്കാരിയോട് പറയുന്നുണ്ട്. സമരിയാക്കാരി നമുക്കറിയാം, വ്യഭിചാരമെന്ന പാപത്തിനടിമപ്പെട്ടവൾ, ശരിക്കും തിന്മയുടെ ശക്തി നിറഞ്ഞവൾ. തീർച്ചയായിട്ടും അവൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും, ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. രക്ഷകനെ അവൾ ആഗ്രഹിക്കുന്നുണ്ട്, ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ. ആ അവസ്ഥയിൽ കഴിയുന്നവൾ. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനെ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായിത്തീരും. ഈശോടെ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്നിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ഒരാളുണ്ട്, ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് ഹൃദയത്തിലുള്ളപ്പോൾ പിന്നെ അവിടെ സാത്താന് കയറാൻ പറ്റത്തില്ല. ഇവിടെ ആളൊഴിഞ്ഞ് കിടക്കുന്ന ഹൃദയം, ശൂന്യമായിട്ട് കിടക്കുന്ന ഹൃദയം, പരിശുദ്ധാത്മാവില്ലാത്ത ഹൃദയം, അവിടെയാണ് സാത്താൻ കയറുന്നത്. അതുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് കാര്യമില്ല, അവിടെ അഭിഷേകം കൂടെ കിട്ടണം. വിശുദ്ധീകരണവും ശക്തീകരണവും നടക്കണം, അഭിഷേകം നിറയണം. ഇവിടെ സംഭവിക്കുന്നത് കാണാൻ പറ്റും. അവൾ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ, ഈശോയുടെ സാന്നിധ്യം, ഈശോയിലൂടെ പരിശുദ്ധാത്മാവിൽ അവൾ നിറഞ്ഞു കഴിയുമ്പോൾ അവളുടെ ആ തിന്മയുടെ ശക്തി വിട്ടുപോവുക, അന്ധകാരം എന്നേക്കുമായിട്ട് വിട്ടുപോകും, പിന്നെ ഒരിക്കലും വരുന്നില്ല. കാരണം അവളുടെ ഉള്ളിൽ ഈശോ നിറഞ്ഞു, അവളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ദൈവം നിറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആ അന്ധകാര ശക്തി തിരിച്ചു വരാൻ നോക്കിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും. പക്ഷെ വരുമ്പോൾ ഇവിടെ ആളുണ്ട്, ഈശോയുണ്ട്, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. അവൾ ദൈവമുണ്ട്, ദൈവ സാന്നിധ്യത്തിൽ അവൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവളായിട്ട് മാറുക. ആ ദൈവാരാധനയെ കുറിച്ച് അവൾ വചനത്തിൽ പറയുന്ന പോലുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ അതിന് വരത്തില്ല, കയറി വരാൻ പറ്റത്തില്ല, അത് വിട്ടുപോവുക. പിന്നെ എന്നേക്കുമായിട്ട് പിന്നെ ഒരിക്കലും അവൾ ആ തിന്മയിലേക്ക് പോരുന്നില്ല.
ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയണം. അരൂപി നിറഞ്ഞു കഴിയുമ്പോൾ ഈ അന്ധകാര ശക്തി പിന്നെ ഒരിക്കലും നമ്മളിൽ പ്രവേശിക്കത്തില്ല. ആണ് ഈശോ പറയുന്നത്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അരൂപി വരും. ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് നിങ്ങൾ നിറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കപ്പെടുക. യു ആർ പവർഫുൾ. അപ്പോൾ ശക്തി എന്താണ്? ഈ തിന്മയുടെ ശക്തികൾ ബഹിഷ്കരിക്കാനുള്ള പവർ കിട്ടുക. ഈശോയുടെ അടുത്ത് സാത്താൻ വന്ന് പ്രലോഭിപ്പിക്കുന്നുണ്ട്. 3 പ്രലോഭനങ്ങൾ. ആ 3 പ്രലോഭനങ്ങളുടെ സമയത്ത് ഈശോ സാത്താനെ ബഹിഷ്കരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? ഈസ് പവർഫുൾ. ഈ പവർഫുൾ എങ്ങനെയാണ്? ശരീരത്തിൻ്റെ പവറല്ല, ബുദ്ധിയുടെ പവറല്ല, കഴിവല്ല. അരൂപിയുടെ ശക്തി, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക നമ്മളിൽ നിറയേണ്ടതും ഈ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ അരൂപി നിറഞ്ഞ ഹൃദയം ദൈവം നിറഞ്ഞ ഹൃദയമാണെങ്കിൽ ഈ പോകുന്ന തിന്മയുടെ സ്ഥിതി ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പോൾ ഒരു ധ്യാനാവസരം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഇതിനെ ഇറക്കി വിടണം. തിന്മയുടെ ശക്തി നമ്മൾ പുറത്തു പോകണം. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയണം. അഭിഷേകം കൊണ്ട് നിറയണം. പ്രാർത്ഥന കൊണ്ടും വചനം കൊണ്ടും നമ്മൾ നിറയ്ക്കണം. അപ്പോൾ നമ്മൾ പവർഫുള്ളാവുക. അപ്പോൾ നമുക്ക് ഇവയെ ബഹിഷ്കരിക്കാൻ പറ്റുക. പിന്നെ അതൊരിക്കലും വരില്ല. ഇന്ന് പല കുടുംബങ്ങളിലും ഈ തിന്മയുടെ ശക്തി വിട്ടുപോകുന്നില്ല. പല വ്യക്തികളിലും വിട്ടുപോകുന്നില്ല. കാരണം അവരുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് നിറയുന്നില്ല, ഈശോ നിറയുന്നില്ല, ത്രിയേക ദൈവം നിറയുന്നില്ല, കൃപ നിറയപ്പെടുന്നില്ല. അതുകൊണ്ട് വീണ്ടും ഇതിന് കയറി വരാൻ പറ്റും. അതുകൊണ്ട് ഈ സമയത്ത് ശക്തമായ പ്രാർത്ഥന നമുക്ക് നടത്താം. ദൈവമേ, ഈ അന്ധകാര ശക്തികളെ തോൽപ്പിക്കാനുള്ള കൃപ തരണേ, കരുത്ത് തരണമെന്ന് പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ നിന്നുള്ള ബന്ധനം അഴിച്ചുകളെ പ്രാർത്ഥിക്കുക. വീട്ടിൽ നോക്കി കട്ടഴിഞ്ഞു പോട്ടെ, സാത്താൻ തിന്മയുടെ ശക്തി വിട്ടുപോകട്ടെ. എന്നിട്ട് പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും ഭവനങ്ങളായിട്ട് വീടുകൾ മാറട്ടെ. വീട്ടിൽ പ്രാർത്ഥന ഉണ്ടാകട്ടെ. വീണ്ടും അവിടെ തിന്മയുടെ ടെലിവിഷനുകൾ ഓപ്പണാക്കി വെച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും കയറി വരും. കാരണം എന്താ? പ്രാർത്ഥനയില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ പുറകെ വയ പറ്റും, പലതിൻ്റെയും പുറകെ പോകണം. ദൈവ അത്രിത്വത്തിൻ്റെ സാന്നിധ്യം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് തിന്മയുടെ ശക്തികളെ പുറത്താക്കാം, പരിശുദ്ധാത്മാവിൽ നിറയാം, കൃപയാൽ നിറയപ്പെടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.